ഇന്നൊരു സൂപ്പർ ഹെയർ ഡൈയും ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കണ്ടോ, ഒരുപാട് കൂട്ടമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് വെള്ളം ചേർക്കാതെ പൊടി വെച്ചിരുന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് 1-2 ദിവസമൊക്കെ തേക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിനൊരു മണം പോലെ വന്നെങ്കിൽ പിന്നെ തലയ്ക്ക് മണം പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് അന്നൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമാണ്. നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അതൊരു കെമിക്കലുമില്ല. കെമിക്കലുള്ളത് തല തേച്ചിട്ടുണ്ടെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ ചൊറിച്ചിലായി, തടിച്ച് വരലായി, അലർജി ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ തേക്കണം കേട്ടോ. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, തടിച്ച് വന്നായിരുന്നു. അത് പിന്നെ ഞാൻ അങ്ങനത്തെ തേച്ചിട്ടേയില്ല. ഒത്തിരി നാൾ മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ തലയിലേക്ക് അങ്ങ് തേക്കും. അന്നേരം കുഴപ്പമില്ലല്ലോ, കെമിക്കലില്ല, അലർജി ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എളുപ്പമുള്ളതാണ്. കൈ കൊണ്ട് നമുക്ക് താവാരി തേക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ കയ്യിൽ ഒരു ഷിമ്മി കൂടി ഇട്ടിട്ട് തേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ കറുത്ത കളർ വരുമ്പോൾ ബുദ്ധിമുട്ടായെങ്കിലോ എന്നോർത്താണ് ഞാൻ പറയണേ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മെയിനായിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അരിയുടെ വെള്ളമില്ലേ, അരി കഴുകിയിട്ട് ഇട്ടേക്കണ വെള്ളമാണ്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം. ഈ വെള്ളം ഉപയോഗിച്ചാണ് നമുക്ക് ഇന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. ഇത് നമുക്ക് അടുപ്പത്തിടാനായിട്ട് എടുക്കാം. ഈ വെള്ളം മാറ്റി വയ്ക്കുക. നമുക്ക് ആദ്യം ഒരു പാത്രം വയ്ക്കുക. ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുക. ആ അരിയുടെ വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് റിസ്ക് ഇല്ലാത്ത. ഈ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാനൊക്കെ താമസിച്ചു. വിഷുവിൻ്റെ പിന്നെ വിരുന്നുകാർ ഒക്കെ ഉണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മൈലാഞ്ചിപ്പൊടി, അതിലേക്ക് അടുത്തത് വേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ വേണ്ടത് നെല്ലിക്കാപ്പൊടിയും 1 സ്പൂൺ. ഈ കഞ്ഞിവെള്ളം, അരിയുടെ വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന ചായവെള്ളം 1 സ്പൂൺ ചേർക്കും. നെല്ലിക്കയും മൈലാഞ്ചിയും ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. തലയിൽ നരയ്ക്കാത്തവരുടെ തലയിലും തേക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. മുടി നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും. ഇതിലേക്ക് 1 കൂട്ടം സാധനം കൂടെ ചേർക്കണം. കരിഞ്ജീരകം പൊടിച്ച് വെച്ചേക്കുന്ന കേട്ടോ, അതും 1 സ്പൂൺ. കരിഞ്ജീരകം ചേർക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല പിന്നെ തലനീരിളക്കോ ഒന്നും വരത്തില്ല. ഇച്ചിരി ചായവെള്ളം ചേർത്താൽ മതി. ഇനി അരിയുടെ വെള്ളം ചേർക്കണ്ട. കരിഞ്ജീരകം ഇച്ചിരി കൂടുതൽ ചേർക്കുന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. മുടിക്ക് നല്ല കരിഞ്ജീരകത്തിൻ്റെ ആ എണ്ണയും കൂടെ കൂടി വരും. അതിനൊരു എണ്ണമെഴുക്ക് പോലെയുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഉണ്ടാക്കണതാണ് ഈ കരിഞ്ജീരകത്തിൻ്റെ. അതിൻ്റെ ഒരു എണ്ണമെഴുക്ക് കാണും. കുറച്ച് സമയം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം തല തേക്കാൻ. എന്നാലാണ് ഇത് ആ പൊടിയൊക്കെ കുതിർന്ന് വെള്ളം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണം. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ല കളറും ആയിട്ടുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്താൽ മതി. അരി കഴുകിയ വെള്ളം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം. നമ്മൾ അരി വെള്ളത്തിലില്ലേ, പച്ചരിയും
ഉഴുന്നോ ഒക്കെ വെള്ളത്തിൽ ഇടില്ല, ആ വെള്ളം എടുത്താലും മതി. പച്ചരി തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എടുത്താലും മതി. അതിലേതെങ്കിലും ഒരു വെള്ളം എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ പ്രത്യേകം അരി നമ്മൾ വെള്ളത്തിൽ കുതിരാനിടണ്ട. ഞാനിപ്പം കാണിക്കാൻ വേണ്ടി കുതിരാനിട്ടെന്നുള്ളൂ. അരി നമ്മൾ കഴുകുമ്പോൾ ഒരു സ്വല്പം നേരം വെള്ളത്തിലിട്ടിട്ട് അരി അടുപ്പത്തിടുക. അന്നേരം അതിൻ്റെ വെള്ളം ഊറ്റി എടുത്ത് വെച്ചാൽ മതി. ഒരു സ്പൂണൊക്കെ മതി നമുക്ക് വെള്ളം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മൾ തല തേക്കുന്നത്. തലയിൽ മുഴുവൻ തേച്ചായിട്ട് ഒന്നരാടം തല തേക്കുക. അങ്ങനെ അടുപ്പിച്ച് 7 ദിവസം തേക്കുക. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒന്നരാടം തേക്കില്ലേ, 7 ദിവസം, അന്നേരം ഒരു 14 ദിവസം വരും. 7 ദിവസം തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മുടി നല്ല കറുത്ത കളറും ആവും. മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും. ഒരു കെമിക്കലും ഇല്ല, നമുക്കൊരു അലർജിയും ഉണ്ടാവില്ല. നമ്മുടെ ചായവെള്ളം ചേർക്കണോണ്ട് നല്ല മുടിക്ക് നല്ല തിളക്കവും കിട്ടും. പിന്നെ എന്നാ വെച്ചാൽ ഈ അരി കഴുകിയ വെള്ളവും ഈ ചായവെള്ളവും മിച്ചമുണ്ടെങ്കിൽ ഇത് തലയിൽ തേച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേനും തല കഴുകി കളയില്ലേ, ആദ്യമേ കഴുകി കളയണം. ഈ 2 വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകുക. ഈ വെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഉണ്ടാക്കണം എന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ആദ്യം തല കഴുകുക. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം. മുടി നല്ലതായിട്ട് കറുത്ത് വരും, കരിക്കട്ട കളറായിട്ട് വരും, നല്ല ഗ്രോത്തും ഉണ്ടാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.